എടോ ഇതൊരു വില്ലേജ് ഓഫീസല്ലേ, കടയൊക്കെ തുറക്കട്ടെ. ആ ഒരു 11, 11:30, 12 മണി നമുക്ക് പോര്. ശരി. ഇന്ന് മൊയ്തു സാർ എന്തേ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. സാറിന് ഇന്ന് അളവുണ്ട്. വാങ്ങിക്കുന്ന കാര്യത്തിലൊന്നും ഒരു അളവില്ലെന്നാ കേട്ടത്. മൊയ്തു സാറ് അളന്ന് മേടിക്കണു, സാറ് അളക്കാതെ മേടിക്കണു. അല്ല, അളക്കാൻ പോയിട്ട് ഇങ്ങോട്ട് വരുമായിരിക്കും. ഇനി വേറെ ഒരുത്തനുണ്ടല്ലോ ഒരു പോങ്ങൻ. ഹലോ പാപ്പച്ചൻ ചേട്ടാ, നമസ്കാരം. മെഗായോ? അയ്യോ പാപ്പച്ചൻ ചേട്ടാ, ഇപ്പൊ 5 ദിവസത്തെ ഡേറ്റ് എനിക്ക് തരാൻ പറ്റൂ. ഇപ്പൊ തന്നെ മുറ്റത്തെ മുല്ലയും കുഞ്ഞാറ്റക്കിളിയും കൂട്ടിയിടിച്ച് കിടക്കാണ്. പിന്നെ ഡബിങ് കാര്യങ്ങളൊക്കെ വരുമല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. നമസ്കാരം സാർ. അയ്യോ നമസ്കാരം. പുതിയ മെഗാ. എന്തോന്ന് പുതിയ മെഗാ? സാറേ സീരിയല്, മെഗാ സീരിയല്. എടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ സാർ? ഞാൻ ആരാ? സത്യശീലൻ സാർ. ഇവിടുത്തെ ആരാണെന്ന്? വില്ലേജ് ഓഫീസർ. തന്റെ ആരാണെന്ന്? എന്റെ സീനിയർ. എന്റെ സീനിയർ, അതായത് എന്റെ സഹോദരൻ. സഹോദരനെ പോലെ ആണല്ലോ ഞാനും സാറുമായിട്ടുള്ള. ഞാനൊരു കാര്യം പറയാം. താൻ ഇവിടെ ജോലിക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ജോലി ചെയ്യാം. അതല്ല സീരിയൽ അഭിനയിക്കാൻ പോവുകയാണെങ്കിൽ സീരിയൽ അഭിനയിക്കാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. സാറേ, ഞാൻ സീരിയൽ അഭിനയിക്കാൻ പോകണമെങ്കിലും എൻ്റെ ഒരു ഫയൽ പോലും പെൻഡിങ് ഇല്ല. ഞാൻ ഇപ്പം ഇല്ലാതിരുന്ന ഒരു 4 ദിവസത്തെ ഫയൽ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ പുറത്ത് നാളുകൾ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ സീരിയലിലും നാടകത്തിലും സിനിമയിലും അഭിനയിക്കാൻ പാടില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? അല്ല, സാറിന് വേറൊരു കാര്യം അറിയാമോ? മുഖ്യമന്ത്രി ആ ഉത്തരവ് മരവിപ്പിച്ച കാര്യം. അത് മരവിപ്പിച്ചിട്ടേ ഉള്ളെന്ന്. അത് പ്രാബല്യത്തിൽ വരട്ടെ, അപ്പം നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. എന്ത് പറഞ്ഞാലും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. എൻ്റെ സാറേ, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ ഇല്ലാത്ത എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിന് പ്രേക്ഷകർ ബഹളം തുടങ്ങി. എൻ്റെ പ്രേക്ഷക ആരാധകരുണ്ടല്ലോ, അവരടങ്ങിയിരിക്കില്ല. ഞാൻ എവിടെ, മന്മഥൻ എവിടെ, മന്മഥൻ എവിടെ എന്നുള്ള ചോദ്യം വന്നു തുടങ്ങി. സാറേ എൻ്റെ അമ്മയും ചോദിച്ചായിരുന്നു. എൻ്റെ ആരാധികയായിരിക്കും. അതല്ല, മന്മഥ സാറ് എന്നും സീരിയൽ അഭിനയിക്കാൻ പോകണ്ടല്ലോ, ഒരു ടിവിയിലും കാണുന്നില്ലല്ലോ എന്ന്. ഇതിനൊക്കെ പോകുമ്പോ പൈസ കിട്ടുള്ളൂ. ഡെയിലി എന്ത് കിട്ടും? ഡെയിലി പേയ്മെന്റ്. സാറേ, നമ്മൾ ഇവിടെ ഓരോ ഫയലും ഇങ്ങനെ നീക്കുമ്പോ കിട്ടൂലേ, അവിടെ അങ്ങനെയൊന്നും കിട്ടൂല. അയ്യോ, നമ്മളല്ല നിങ്ങള്. സാറേ അങ്ങനെ പറയരുത് കേട്ടോ. നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നിട്ടാ ഇവിടെ കാര്യങ്ങൾ നടക്കണേ. അതെ, കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നുകൊണ്ട് ഇവിടുത്തെ വരവ് ചെലവിന്റെ കണക്കൊന്നും എനിക്കറിയില്ല. അയ്യോ, വരാത്തത് ഞങ്ങളുടെ കുറ്റമല്ല. എന്താണിത്? പുറത്തുനിന്ന് ആരെങ്കിലും കേട്ടോണ്ട് വന്ന എന്ത് വിചാരിക്കും? എടോ, ഞാൻ ഒരുപാട് ഓഫീസുകളിൽ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഈ കീഴുദ്യോഗസ്ഥന്മാരും മേലുദ്യോഗസ്ഥന്മാരോട് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. സാറ് മേലുദ്യോഗസ്ഥനാണെന്ന് കരുതി കീഴുദ്യോഗസ്ഥനോട് എന്ത് തോന്നിവാസവും പറയാന്ന് വിചാരിക്കരുത്. അടിച്ച് നിന്റെ കരണക്കുറ്റി ഞാൻ പൊട്ടിക്കും. ഞാൻ സീരിയലിലെ ഡയലോഗ് പറഞ്ഞതാണ്. സാറ് നാടകത്തിലെ ഡയലോഗ് പറഞ്ഞതായിരിക്കും അല്ലേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എഴുതി പോടോ. അതെ, അമ്മയടുത്ത് പറഞ്ഞേക്കണം ഇനി എന്റെ സീരിയൽ കാണാൻ ശ്രമിക്കണ്ടെന്ന്. കണ്ടാ എന്താ കുഴപ്പം? സാറിന് അധികം കാണിക്കാറില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ സീരിയലുകാർ തന്നെ കട്ട് ചെയ്ത് കളയുന്നത് പോലെ ഇവിടെ നിന്ന് തന്നെ ഞാൻ കട്ട് ചെയ്ത് കളയും.